ഡ്രൈവിങ്ങിനിടയ്ക്ക് അറിയാതെ നിങ്ങൾ ഉറങ്ങിപ്പോകാറുണ്ടോ? ഹൈവേയിൽ പോകുമ്പം ലെയിൻ മാറാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ടോ? അതേപോലെ തന്നെ ട്രാഫിക്കില് ബാക്കില് ബ്ലൈൻഡ് സ്പോട്ടുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കൊളിഷൻ ഉണ്ടാവുമോ എന്ന് പേടിയുണ്ടോ? അതിനെല്ലാം പറ്റിയ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് കാർ സ്റ്റോർ എന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കിയയുടെ GT ലൈനിൽ വരുന്ന കിയ സെൽറ്റോസ് GTX പ്ലസ് ലെവൽ 2 സേഫ്റ്റി അഡാസ് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. ഈ അഡാസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഈ ഒരു അഡാസിൽ വരുന്ന ഫസ്റ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് കൊളിഷൻ അവോയ്ഡൻസ് അസിസ്റ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ വണ്ടിയുടെ പ്രോക്സിമിറ്റി സെൻസറിന് ഉള്ളിൽ ഏത് വെഹിക്കിൾ വന്നാലോ പെഡസ്ട്രിയൻ വന്നാലോ എന്ത് വന്നാലും വെഹിക്കിൾ ഓട്ടോമാറ്റിക്കായിട്ട് വാർണിംഗ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളിപ്പോൾ ട്രാഫിക്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വെഹിക്കിൾ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യും. നമ്മൾ അഡാസിൽ വരുന്ന അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് ക്രൂസ് കൺട്രോൾ ആണ്. അതായത് നമ്മൾ ട്രാഫിക്കിൽ പോകുമ്പോൾ, നമ്മൾ ഹെവി ട്രാഫിക്കിൽ പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും വേറെ വെഹിക്കിൾസ് കാണാം. അപ്പം ഈ ഒരു സ്റ്റോപ്പ് ആൻഡ് ഗോ കണ്ടീഷനിൽ നമ്മളെ വണ്ടി നിർത്തി പോകുന്ന ഒരു കണ്ടീഷനിൽ ഈ ബാക്കിലുള്ള വണ്ടിയും ഫ്രണ്ടിലുള്ള വണ്ടിയും തമ്മിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി മെയിൻറ്റെയിൻ ചെയ്യും. മിനിമം ഡിസ്റ്റൻസും മിനിമം സ്പീഡും വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി മെയിൻറ്റെയിൻ ചെയ്യും ഈ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക് കണ്ടീഷൻ വരുമ്പോൾ. നമ്മൾ അഡാസിൽ വരുന്ന അടുത്ത ഫീച്ചറാണ് ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ്. അതായത് നമ്മൾ ഹൈവേയിൽ പോകുമ്പോഴത്തേക്കും ഒരു ലെയിൻ പിടിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം, സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ അഡാസിൽ അടുത്ത ഫീച്ചർ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ ആണ്. അതായത് നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റാത്ത ബ്ലൈൻഡ് സ്പോട്ട്സ്, അതിപ്പം ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും നമ്മളിപ്പം ഒരു പാർക്കിങ്ങിലാണെങ്കിലും എവിടെ ആണെങ്കിലും നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടാവും. ആ ബ്ലൈൻഡ് സ്പോട്ട്സ് എല്ലാം നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഫുള്ളായിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അത് ഈ ഒരു അഡാസിൽ വരുന്ന അടുത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. വെഹിക്കിൾ സേഫ് എക്സിറ്റ് വാർണിംഗ് ആണ് നമുക്ക് അടുത്ത അഡാസിൽ വരുന്നൊരു ഫീച്ചർ. അതായത് നമ്മൾ ഡോർ തുറക്കുമ്പോൾ ബാക്കിൽ ട്രാഫിക് ഉണ്ടോ ആളുണ്ടോ എന്ന് വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ സ്ക്രീനിൽ ഡിറ്റക്ട് ചെയ്യും. ഈ ഒരു അഡാസിൽ വരുന്ന അടുത്ത ഫീച്ചറാണ് റിയർ ക്രോസ് ട്രാഫിക് കൊളിഷൻ അവോയ്ഡൻസ് അസിസ്റ്റ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പ്രോക്സിമിറ്റിയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വണ്ടി ഇടിക്കും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ അഡാസിൽ വരുന്ന അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഹൈ ബീം അസിസ്റ്റ് ആണ്. അതായത് നമ്മൾ ട്രാഫിക്കിൽ പോകുമ്പോൾ വെഹിക്കിളിന്റെ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി തന്നെ അഡ്ജസ്റ്റ് ആവും. ഹൈ ബീമും ലോ ബീമും വെഹിക്കിൾ തന്നെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യും. 10-inch ഡ്യുവൽ ഡിസ്പ്ലേ സ്ക്രീൻ ആണ് വരുന്നത്. പാനറോമിക് സൺറൂഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വെഹിക്കിളിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അഡാസിന്റെ കാര്യത്തിൽ മാത്രമല്ല സേഫ്റ്റിയുടെ കാര്യത്തിലും ഈ വെഹിക്കിളിന് ഒരു കോംപ്രമൈസും കൊടുത്ത 6 സ്റ്റാൻഡേർഡ് എയർ ബാഗ്സോട് കൂടിയാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. വെഹിക്കിളിന്റെ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ റീസ്റ്റൈൽ ടൈഗർ ഫേസ് ഗ്രില്ലും സ്റ്റാർ മാപ്പ് LED DRLs ആണ് വരുന്നത്. അതേപോലെ തന്നെ കണക്റ്റഡ് LED ടെയിൽ ലാംപ്സും ആണ് വെഹിക്കിളിന് കൊടുത്തിട്ടുള്ളത്. ബ്രാൻഡ് ന്യൂ ഷോറൂം കണ്ടീഷനിലാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. ഫുൾ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു വെഹിക്കിളിന് കാർ സ്റ്റോർ കോട്ട് ചെയ്തിരിക്കുന്ന പ്രൈസ് വെറും 23,50,000 ആണ്, വിച്ച് ഇസ് നെഗോഷ്യബിൾ. ഈ ഒരു വെഹിക്കിളിന് ഫുൾ ഫിനാൻസ് അവൈലബിൾ ആണ്. ഈ ഒരു കാറിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക.